ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അധികം പണികളൊന്നുമില്ല. ഒരു പാല് കാച്ചുക, ഒരു കാപ്പി ഇടുക, അത്രയൊക്കെ ഉള്ളു. പിന്നെ ഇന്നിപ്പോൾ ചോറ് ഞാൻ ചൂടാക്കി ഉച്ചക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. പഴയ ചോറില്ലേ, ഈ പഴയ ചോറ് വരണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി ചോറ് എന്തായാലും കൂടുതൽ ഇടും. കാരണം നമ്മളുടെ പുറത്ത് ഡോഗുകൾ വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് അവർ വരില്ല, അപ്പോൾ ബാക്കിയുള്ള ചോറ് അങ്ങനെയാകും. പിന്നെ ആണെങ്കിൽ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓർഡർ ചെയ്തൊക്കെ ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ചോറ് ബാക്കി വരുന്നത്. എന്നിട്ട് പുറത്തേക്ക് ഓടണം, ഗേറ്റ് തുറക്കുമ്പോൾ പുറത്തേക്ക് ഓടണം അല്ലേ അല്ലേ പിന്നെ അങ്ങനെയല്ലേ? അതിന് വേണ്ടിയല്ലേ കാത്തിരിക്കണത്? ചേട്ടൻ പോകുമ്പോൾ കൊച്ചിന് ഓടണ്ടേ പുറകെ? അല്ലമ്മ ഓടണ്ടേ മനക്ക്? ചേട്ടൻ ഇറങ്ങണുണ്ട്. കൊച്ചിനേടാ ഇറക്കി കൊടുത്താടാ കുഞ്ഞിന്, കുഞ്ഞിക്ക് ഇറക്കി. ആ വെടല് ഒടിഞ്ഞോണ്ടിരിക്കുക. ഇറക്കിന്ന് കേൾക്കുമ്പോ തന്നെ ഓ ഇറക്കിന്ന് പറഞ്ഞ. പിന്നെ കൊച്ചിന് കൂപ്പ് കൊടുത്താടാ കുഞ്ഞിക്ക്. സെറ്റ വന്നുണ്ട് കേട്ടോ. സെറ്റ് ഇപ്പൊ പോകും. അപ്പൊ കൊച്ചു പുറകെ ഓടണം. നോക്കണേന്ന് ചേട്ടനായിട്ട് നോക്കണേന്ന്. സെറ്റ് എന്ത് ചെയ്യണേണ് മുന്നിപ്പ? ഉമ്പ് വെള്ളം കുടിക്കണ്. സെറ്റിന് ഉമ്പ് വെള്ളം കുടിക്കണ്. ആ വാ വാ, വെയിറ്റിംഗ് ആണെന്നാ പറഞ്ഞോണ്ടിരിക്കണത്. റിച്ചാർഡ് കയ്യൊക്കെ ഇട്ട് ഇറങ്ങി. എടാ എന്താടാ ചെയ്തത്? ഓ മോശമൊക്കെ ഇതിനെ മീതൊക്കെ കെട്ടേക്കണല്ലേ. അവിടെ ചെന്നിട്ട് കിട്ടിയപ്പോ ഇതൊക്കെ ഊരിയിട്ട്. ഓഹോ ദൈവമേ, ഇതേ വന്നടാ മുന്നേറ്റം. എന്ത്? ഓ പുതിയ ഗ്ലാസ്സസ് ഒക്കെ വെക്കണല്ലേ റിച്ചാർഡ്. ബൈക്കിൻ്റെ താക്കോൽ ഇവിടെ ഇട്ടിട്ട് പോയി. ഓ ഇന്ന് പപ്പ മോളിലാണ്, അല്ലെങ്കിൽ പപ്പ ഉണ്ടായി ഗേറ്റ് തുറന്നു കൊടുക്കാൻ. അതെ ഓടി തന്നെയാണ് കേട്ടാ. എൻ്റെ അവിടെ ഇരുന്നിട്ട് ഒന്ന് മൂത്രം ഒഴിച്ചിട്ടാണ് പിന്നെ വരവ്. വന്ന് 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 ശബ്ദമുണ്ട്. ആ ആ ആ എന്താണ് 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 ഇതേ അതിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടാൽ ഉടനെ പുറകെ. ആ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല, നിന്നെ പേടിച്ചിട്ട്. നീ പുറകെ ഓടണല്ലേ? പോയാ ഞാൻ പക്കാൻ പോയാ ചേട്ടൻ? പക്കാൻ പോയാ ചേട്ടൻ? പോയാ? ആ വാ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുട്ടും പഴവും ചേർത്തിട്ട് കഴിച്ചിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ കുറച്ചധികം ദിവസം കഴിക്കാതിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നീട് കഴിക്കുമ്പോൾ. അപ്പോൾ തലേ ദിവസം നമ്മൾ പഴം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപഴം മേടിച്ചത് കേട്ടോ, പുട്ടും പഴവും കൂടി കഴിക്കാൻ വേണ്ടി. അപ്പോൾ റിച്ചാർഡാണെങ്കിൽ പുട്ടും പയറും കൂടി കൊടുത്തപ്പോഴത്തേക്കും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നില്ല, പുട്ടും പഴവും മതി എന്ന് പറഞ്ഞ്. പക്ഷേ അന്ന് പഴം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും പുട്ടും പഴവും കഴിക്കാൻ തന്നെ അങ്ങനെ തോന്നി കേട്ടോ. അതങ്ങനെയാണ്, നമ്മൾ കുറേ അധികം ദിവസത്തേക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു സാധനം അങ്ങനെ കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോൾ പുട്ടും പഴവും കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് പുട്ടും തന്നെ ഉണ്ടാക്കി പഴവും കൂടിയിട്ടൊക്കെ കഴിച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഗ്രൗണ്ടിലെ ഈ പണി നടക്കണതുകൊണ്ട് അവിടുത്തെ ശബ്ദമാണ് ഈ കേൾക്കണത് കേട്ടോ. അത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് യൂട്യൂബിൻ്റെ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു 10 മണി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോയിട്ട് കുളിച്ചിട്ട് വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് രാവിലെ ചിലപ്പോൾ കുളിക്കാൻ പറ്റുള്ളൂ 6:30-ക്കൊക്കെ. ഇന്നത്തെ ദിവസം ഏതായാലും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് കുളിക്കാനുള്ള സൗകര്യം കിട്ടിയത്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മെഷീനിലെ തുണികളെല്ലാം വാഷായി കഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് വിരിക്കണം, പിന്നെ അടിച്ച് വാരി തുടക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പുറത്ത് വെക്കാനുള്ള പാത്രങ്ങളില്ലേ, നമ്മൾ കഴുകി തലേദിവസം വെച്ചില്ലേ, അതൊക്കെ പുറത്തേക്കും പിന്നെ
അന്നത്തെ പാചകത്തിന് വേണ്ട പാത്രങ്ങൾ അകത്തേക്ക് കൊടുത്ത സീനാണത്. അകത്തുകൊണ്ടൊന്ന് കഴുകി അടുത്ത പാചകത്തിന് വേണ്ട കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ പുതിയ മോപ്പ് ഹെഡൊന്ന്, പുതിയതല്ല, നമ്മൾ വാഷ് ചെയ്ത് വെച്ചാൽ പഴയ മോപ്പ് ഹെഡ് തന്നെ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ മോപ്പ് ഹെഡ് ക്ലീൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറിക്കകത്ത് സ്മെല്ലുണ്ടാകും. എപ്പോഴും മോപ്പ് ഹെഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ. അതിൽ അഴുക്ക് അല്ല, പഴകി സ്മെല്ലായിട്ട് ഇപ്പോൾ കളറ് ചേഞ്ച് വന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, ചിലത് കറ പിടിച്ച പോലെ ആയിപ്പോവും, അത് കുഴപ്പമില്ല. പക്ഷെ അത് പഴകിയതാകരുത്. ഇരുന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴുകാതെ ഒത്തിരി ദിവസം ഇരുന്ന് പഴകുമ്പോൾ ഇതിന് സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് രാവിലെയും തുടക്കണം, വൈകുന്നേരം തുടക്കണം, അല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് അങ്ങോട്ട് തുടക്കും. പിന്നെ ഇത് കാലത്ത് ഡീപ്പായിട്ട് തുടച്ചാൽ വൈകുന്നേരം ചുമ്മാ ഒന്നങ്ങ് തുടച്ചു പോകും, വേഗം അങ്ങോട്ട് തുടച്ചു പോകും, അങ്ങനെയാണ്. അപ്പോൾ പൊടിയൊന്ന് പോയി കിട്ടുമല്ലോ. അപ്പം അങ്ങനെ തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് അച്ചിങ്ങയും പിന്നെ നമ്മൾ പഴയ ഇന്നലെ ഒരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ല, പീസ് ഇടാത്ത സാമ്പാർ. അപ്പോൾ ആ ഒരു സാമ്പാറിനെയും കൂടിയിട്ട് ഒന്ന് പീസുകളിട്ട് ഒന്ന് നമുക്ക് സാമ്പാറിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഒന്ന് മാറ്റണം. അപ്പോൾ ആ രണ്ട് കാര്യമാണ് എനിക്കിന്നിപ്പോൾ ഉച്ചയ്ക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പപ്പ ഒരു സ്ഥലത്ത് പോയിട്ട് വന്ന് അവിടുത്തെ വിശേഷങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുക. അപ്പോൾ ഇന്ന് പപ്പ ഫുള്ളും ബിസി ആയിരുന്നു. അപ്പോൾ അങ്ങനെ പപ്പ വന്ന് പോയ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പപ്പ പിന്നെ പോവുകയും ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ റൂബിയുടെ ചിക്കൻ ഒന്ന് കൊടുത്താൽ, റൂബിക്ക് ഇപ്പോൾ ഭയങ്കര വിശപ്പുണ്ട്, ആ ഒരു സീസണാണ്, വിശപ്പിൻ്റെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം കഴിക്കും കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ രാവിലെ ഒന്നും കൊടുത്താൽ കഴിക്കില്ല. ഇപ്പോൾ ഏകദേശം ഒരു 11:30 മണിയൊക്കെയപ്പോഴത്തേക്കും റൂബി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ 2 മുട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ബാക്കിയാണെങ്കിൽ അത് കൊടുക്കും. ഇന്നിപ്പോൾ ചിക്കൻ വേറെ ഉണ്ടാകുന്നില്ല, അത്രേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഉള്ളത് ബ്രസ്റ്റ് പീസാണ്. അപ്പം ഞാൻ ഏതായാലും അവൾക്ക് വൈകുന്നേരം 2 മുട്ടയും കൂടിയിട്ട് വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ റൂബി? പിന്നെ അച്ചിങ്ങയുടെ അകത്തേക്കില്ലേ ചെറിയ ഉള്ളി, വലിയ ഉള്ളികളാണ് കേട്ടോ. അത് രണ്ട് പീസുകൾ മാത്രം, ഒരുപാട് കുഞ്ഞാക്കാതെ ചെറിയ ഉള്ളി 2 ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ട് ഇത് മുളക് ചതച്ചതും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ താളിച്ചൊക്കെ വെക്കുമ്പോൾ ഒരു ഇത്തിരി രുചി കൂടുതലാണ്, അതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും. കാരണം ഇത് വെന്ത് കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് ഇറക്കുകയും ചെയ്യണത്, വെളിച്ചെണ്ണ വേകുന്നില്ല. പിന്നെ എഴുതുന്നുണ്ടെങ്കിൽ അച്ചിങ്ങയെല്ലാം നമ്മൾ ഫൈബറുള്ള നല്ല പച്ചക്കറികളായതുകൊണ്ട് തന്നെ ആ ഫൈബർ കണ്ടൻറ്റ് പോകാതിരിക്കാനായിട്ട് നമ്മളധികം വേവിച്ച് കളയരുതെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. കാരണം ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ സ്ഥിരമായിട്ടുള്ളവർക്ക് ഈ അച്ചിങ്ങയൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അച്ചിങ്ങ നല്ല ഫൈബർ ഉള്ളതാണ്. പിന്നെ അത് വേവിക്കാതെ 1/4 ഭാഗം വേവിലും കഴിക്കണം കേട്ടോ. അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയണത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ഇത്രയും കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെ ആ ഒരു ഗ്രേവി നമ്മൾ തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ കണ്ടല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ തക്കാളിയും സവാളയും മാത്രം ഇട്ടിട്ടുള്ളൊരു സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർക്കും തന്നെ തക്കാളിയും സവാളയും അതായത് പീസുകൾ വേണം. അപ്പോൾ അതുകൊണ്ട് പീസ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നോക്കുമ്പോൾ റൂബിനെ കാണാനില്ല. അപ്പോൾ റൂബിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എപ്പോഴും ഡോഗുകൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഡോർ എപ്പോഴും തുറന്നിട്ട് അവരെ പുറത്തേക്ക് വിടണം. കാരണം അവരുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയിട്ട് പീ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു തോന്നൽ വരും, എന്ത് തന്നെയായാലും. അപ്പോൾ അത് രണ്ടിലേതാണെങ്കിലും കുഴപ്പമില്ല, അതിന് അവരെ പുറത്തേക്ക് വിടുക. അപ്പോൾ റൂബിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഡോറ് ഫ്രണ്ടിൽ പൂട്ടിയിട്ടേക്കണത് തുറന്നിട്ടേക്കോട്ടെ. ഇപ്പോൾ ഞാൻ തുറന്നിട്ടതാണ്. അപ്പം ഞാൻ നോക്കിയതാണ്, ആളെ കണ്ടില്ലല്ലോ എന്ന് വെച്ചപ്പോൾ ആളവിടെ നമ്പർ 2 ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ഥലം നോക്കി മണത്തൊക്കെ നടക്കണേണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു ഡോഗിനെ വളർത്തി വരുന്ന ആളുകളും ആദ്യമേ അത് ശീലിപ്പിക്കണം. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പുറത്ത് കൊണ്ടുപോയി വെച്ചേക്കണം. അപ്പോൾ അത് അവർക്ക് ശീലമാകും. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വീടിനകത്ത് തന്നെ അവർ പോകും. പിന്നെ ആ ഒരു സ്മെല്ല് നമ്മളുടെ വീട്ടിൽ എള്ളെടുത്തോളം പിന്നെ അവർ അകത്ത് തന്നെ പോകുള്ളൂ. കാരണം ആ സ്മെല്ല് പിടിച്ചിട്ടാണ് അവർ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തല്ലേ ആ സ്മെല്ല് നിൽക്കുന്നത്, പിന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുറത്ത് പോയിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്ത് ഇത്തിരി സാമ്പാർ പൊടിയും കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് നല്ലതായിട്ട് തന്നെ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ നമ്മളുടെ ആ കൊഴുപ്പ് കൂടി ആ ചാറ് പോലെ ഉള്ള അതുകൊണ്ട് സാമ്പാറിൻ്റെ ആ ഒരു ഗ്രേവി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറായി. അപ്പോൾ ഇന്നത്തെ കറികൾ ഞങ്ങൾക്കത് മതി. റിച്ചാർഡ് ഈ കാര്യങ്ങളൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവൻ
ഉച്ചക്ക് അവിടെ നിന്ന് സാമ്പാറും ചോറും ഒക്കെ തന്നെ കഴിച്ചിട്ടാണ് വരണത്. അപ്പോൾ നമ്മൾ രാത്രി ഇവിടെ വരുമ്പോൾ വീണ്ടും സാമ്പാറും ഒക്കെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു അവിടെ മീൻകറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനത് എടുക്കൂല. അപ്പോൾ അതിന് പകരം വെജിറ്റേറിയൻസിന് സാമ്പാർ, കടലക്കറി, പരിപ്പ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ വിനാഗിരിയും ഒക്കെ ചേർത്തിട്ട് ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ തിളച്ച വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വിനാഗിരി ചേർത്ത വെള്ളത്തിൽ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കിടന്ന് വെന്ത് അതിനകത്തേക്ക് നമ്മൾ ആ ഗ്രേവി തലേദിവസത്തും കൂടി ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി താളിച്ചിട്ട് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ 2 ദിവസം മുൻപ് വെച്ച മുട്ടക്കറിയുടെ ഒരു മുട്ടയും കുറേ ഉരുളക്കിഴങ്ങും ചാറുമായിട്ട് അതുകൊണ്ട്. അപ്പോൾ എനിക്കറിയാം മുട്ടയും ഉരുളക്കിഴങ്ങ് പപ്പ കഴിക്കുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ വേണ്ടി വരില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ സാമ്പാറും മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാനാണ് എനിക്കും ഇഷ്ടം. അന്ന് എനിക്ക് മുട്ടക്കറി ഇഷ്ടമാണ്, പക്ഷേ ഈ സാമ്പാർ ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്ത് പപ്പ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സാമ്പാർ ഇത് മുട്ടക്കറിയുടെ ഒരു കുറച്ചധികം ഉരുളക്കിഴങ്ങുണ്ട്, മുട്ട ഒരെണ്ണം ഉള്ളെങ്കിലും ആ ഉരുളക്കിഴങ്ങ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും ആ ചാറും കൂടി സൈഡിൽ അതും കൂടി വെച്ച് എനിക്കിങ്ങനെ കുറേ കറികൾ കൂട്ടി കഴിക്കുന്നത് നല്ല ഇഷ്ടം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കോളിഫ്ലവർ കഴുകി പകുതി എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കോൺഫ്ലോറും മൈദയും സെയിം അളവിൽ തന്നെ എടുത്തിട്ട് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് ആ കോൺഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ച്. അപ്പോൾ അത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് സാവധാനം നേരത്തെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. റിച്ചാനൊരു 6 മണി 6:30 ആ സമയത്തൊക്കെയല്ലേ വരണത്. അപ്പോൾ കൊടുത്താൽ മതിയില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വൈകുന്നേരം നമ്മളുടെ സെറ്റ് ഓർഡർ ചെയ്തത് വരും. അപ്പോൾ നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് യൂബറിലൊക്കെ പോയില്ലേ. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞ ഫ്രൈഡേ സാറ്റർഡേ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കുഷ്യൻ കളറ് ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ തിങ്കളാഴ്ച കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരും വൈകുന്നേരം. അപ്പോൾ റിച്ചാർഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് നേരത്തേക്ക് മാക്സിമം വരാൻ നോക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവനും വന്ന് നേരത്തേക്ക് തന്നെ അവനും വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5:30 മണിയൊക്കെപ്പോഴത്തേക്ക് അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ ഇവന് വേണ്ട കറികളുടെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ച് പിന്നെ നമ്മുടെ കയ്യിൽ ഈ സോസിൻ്റെ പാക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസൊക്കെ അത് തന്നെ പൊട്ടിച്ചിട്ടിട്ടാണ്. അപ്പോൾ അത് ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ എടുത്താൽ സോയാ സോസ് 1 ടേബിൾ സ്പൂണും ചില്ലി സോസ് 1 ടേബിൾ സ്പൂണും അങ്ങനെ 3 അളവിൽ ആണ് എടുത്തത് കേട്ടോ. പിന്നെ ഇത്തിരി കോൺഫ്ലോറും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഗ്രേവിയാക്കിയൊന്നും എടുക്കണില്ല, അപ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മളുടെ കറികളെല്ലാം ഒക്കെ മാറ്റി ചെറിയ പാത്രത്തിലേക്കാക്കി എല്ലാ പാത്രങ്ങളും കഴുകിയൊക്കെ വെച്ച് കിച്ചൺ തുടച്ചിട്ടില്ല കേട്ടോ. അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇത് കറി ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രൈ ചെയ്യാനൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ അത് നല്ല ചൂടിൽ തന്നെ എണ്ണയിലേക്ക് ഇടണം കേട്ടോ. നേരിയ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ അങ്ങോട്ട് എണ്ണ കുടിച്ചു പോകും, പിന്നെ അത് വിചാരിച്ച പോലെ ഫ്രൈ ആക്കി കിട്ടില്ല. ഈ കോളിഫ്ലവറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നല്ല തിളച്ച എണ്ണയിൽ തന്നെ ഇടണം. അപ്പോൾ അതവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടേക്കൊന്ന് വേഗം തുടച്ചേട്ടാ നമ്മുടെ ആ സൊല്യൂഷൻ ഇട്ടിട്ട് വിനാഗിരി, വെള്ളം, പാത്രം കഴുകണ വാഷ് ലിക്വിഡ്, പിന്നെ ഇത്തിരി കംഫർട്ടും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് സ്പ്രേ ചെയ്തൊക്കെ തുടച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വിനാഗിരിയും വെള്ളമൊക്കെ ഇത്തിരി കൂടുതൽ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാലാണ് പല്ലി ഒക്കെ പോണത് കേട്ടോ. പല്ലിയുടെ ആ ഒരു മണം ശരിക്കതിന് പറ്റാത്ത അവസ്ഥയിൽ അത് ഓടിപ്പോകുള്ളൂ. അതും ഡെയിലി നമ്മൾ തുടക്കണം. ഒരു ദിവസം തുടച്ച് 2 ദിവസം തുടച്ച് പിന്നെ തുടച്ചില്ലെന്നുണ്ടെങ്കിൽ ആ മണവും കൂടെ പോകുകയെ അപ്പോഴേക്കും പല്ലി വീണ്ടും വരും. അപ്പോൾ പല്ലി പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വിനാഗിരി കൂടുതൽ ഇട്ടിട്ട് തന്നെ തുടക്കണം. അപ്പോൾ ഈ വിനാഗിരി മണം ഇഷ്ടപ്പെടാത്ത ആളുകൾ വീട്ടിലാണെന്നുണ്ടെങ്കിലാണ് ബഹളം കൂട്ടണത്. അപ്പോൾ നമ്മൾ ഇത്തിരി കംഫർട്ടും കൂടി ഇട്ട് കൊടുക്കും. അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ മെയിനായിട്ട് വിനാഗിരിയാണ് ഈ കീടങ്ങളെയൊക്കെ അകറ്റണതും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അത് വറുത്ത് ആ ഒരു എണ്ണ തന്നെ എടുത്തിട്ട് വേറൊരു പാനിലേക്ക് ആ എണ്ണ തന്നെ ഒഴിച്ചിട്ടാണ് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളകും കൂടി ആദ്യം ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് സവാള അധികമൊന്നും ഉണ്ടാക്കണില്ല, ഒരു നേരത്തൊക്കെ ഉണ്ടാക്കണുള്ളൂ. പിന്നെ കുറച്ച് വല്ല ബാക്കി വന്നാലേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പരുവത്തിൽ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അതാണ് പകുതി ഞാൻ കോളിഫ്ലവർ എടുത്ത് മാറ്റിയത്. അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്.
അപ്പോൾ ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് വഴറ്റി സോഫ്റ്റാക്കി കളയരുത്, നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം അവസാനം ഇടുന്നത്, പിന്നെ ഇത്തിരി മുളക് പൊടിയും കൂടി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആ പച്ചക്കറിക്ക് വേണ്ടത് ചേർത്തേക്കണം. അത് കഴിഞ്ഞിട്ട് വറുത്തതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല, നമ്മൾ സോസും എല്ലാം കോൺഫ്ലവർ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിന് വെള്ളം എല്ലാം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ സ്പ്രിംഗ് ഒണിയൻ ഇടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ലീക്സ് സെലറിയായി. ഇവിടെ സെലറി ഉണ്ടായിരുന്നത് അതൊക്കെ കരിഞ്ഞു പോയി തോന്നുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കി കണ്ടില്ല. പപ്പ ഇവിടെ ഇല്ല. പപ്പ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെയും എനിക്ക് ചോദിക്കാനും പറ്റിയില്ല, വല്ലയിടത്തും മാറ്റി വെച്ചിട്ടുണ്ടാകുന്നു. അങ്ങനെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല, അപ്പോൾ ഞാൻ ഇട്ടതും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉണ്ടാകുന്നുള്ളൂ പരിപാടി. അപ്പോൾ ഏതായാലും ഈ ഒരു കുമ്മട്ടിക്കയുടെ പകുതി ഫ്രിഡ്ജിരിക്കണത് മറന്നിരിക്കണമായിരുന്നിട്ടാ. ഉള്ള പച്ചക്കറികൾ മുഴുവൻ കൂടിയിട്ട് കവറിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചേക്കണതുകൊണ്ട് ഇതൊക്കെ മറഞ്ഞ് ഉള്ളിൽ പെട്ടുപോയി. പെട്ടെന്നാണ് ഞാൻ ഓർത്തത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നല്ല. അങ്ങനെ അത് വേഗം കട്ട് ചെയ്തെടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത് അവിടെ കട്ട് ചെയ്ത് വെച്ച് അപ്പോഴേക്കും റിച്ചാർഡ് എത്തി കേട്ടോ. റിച്ചാർഡ് ഒരു 5:30 തന്നെ റിച്ചാർഡ് എത്തി. അങ്ങനെ അവനും ഇത് കഴിച്ചു. അപ്പോൾ ഞാനവിടെ ചായയും കൂടി ഇട്ടിട്ടുണ്ട്. ചായയും കൂടി എടുത്ത് വെക്കണം, കാരണം ഇവർക്ക് ചായയും വേണമല്ല. എങ്കിലും ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ എനിക്കൊട്ടും ഇഷ്ടമല്ല. എങ്കിൽ തന്നെ അവർ കഴിച്ചോളൂ എന്ന് എനിക്കറിയാം. ഇത് കഴിക്കുമ്പോഴത്തേക്കും തണുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്കുള്ളിൽ നല്ലൊരു കുളിര് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഈ ട്രാവൽ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ചൂടെടുത്തൊക്കെ അങ്ങനെ വരണമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ ഇതാണ് ഏറ്റവും ആദ്യം എടുത്ത് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നത് ഇത് കഴിക്കട്ടെ, ഇതാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനതെല്ലാം. ഇനി റിച്ചാർഡിന് കുമ്മട്ടിക്ക വേണ്ട, ആപ്പിളിനെ മതി എന്ന് പറഞ്ഞാലാ എന്നൊരു സംശയം എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ എല്ലാ ദിവസവും വരുമ്പോഴത്തേക്കും നല്ല തണുപ്പുള്ള ഒരു ആപ്പിൾ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക, അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ആപ്പിളാന്ന് പറഞ്ഞാലാ എന്നൊരു സംശയം കൊണ്ട് ഞാനൊരു ആപ്പിൾ കൂടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആപ്പിൾ വേണ്ടെന്ന് പറഞ്ഞ് ഈ കുമ്മട്ടിക്ക തന്നെ ആൾ കഴിച്ച് അതിനുശേഷം ചായയൊക്കെ കുടിച്ച്. പിന്നെ ചേട്ടൻ തന്നില്ലേ പൊന്ന, നോക്കണണ്ടടാ അങ്ങോട്ട്. ഇപ്പം കൊണ്ടുവരും പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ശബ്ദം കേൾക്കണുണ്ട് കുഞ്ഞ്. പൊന്ന ചേട്ട കോളേജിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞൊക്കെ എന്താണ് തന്നത് എപ്പോഴും? കുഞ്ഞൊക്കെ എന്ത് തരും ചേട്ടൻ? ഓ കൂബ് കൂബ്. ഇതാണ് കൊച്ചിന്റെ കൂബ്. പിന്നൊരു ചവക്കലാണ് അങ്ങോട്ട് കിടന്ന്. ഓ ഇത്രയും മതി, അധികം കൊടുക്കല്ലേ തമ്പുരാനെ. സാധനം അധികം കൊടുക്കാൻ പാടില്ലാത്ത സാധനങ്ങളാ അതാണ്. ഇതൊരു പാക്കറ്റ് ഫുള്ള് കൊടുത്താലും അവള് കഴിക്കും, അത്രയും ഇഷ്ടമുള്ള സാധനം. ഇതൊക്കെ പണ്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇവളെ ഇത്തിരി അനുസരണം പഠിപ്പിക്കാറുന്നല്ലേ, ട്രെയിനിങ് അല്ലേ. ഇതത്ര ഇഷ്ടമാണ് അവൾക്ക്. ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്, ചിക്കൻ ക്യൂബ്സ്. റിച്ചാർഡ് എല്ലാ ദിവസവും ഇത് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവൾക്ക് ഇങ്ങനെ കൊടുത്ത് ഇവളെ സന്തോഷിപ്പിക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളുടെ സെറ്റിയും വന്നു കേട്ടോ. ഒരു 6:45 പൊന്നമ്മ പൊന്നമ്മ കണ്ട, കൊച്ചു കണ്ട. ഇതെന്താണിത് കാണിച്ചു കൊടുക്കണം. മമ്മി ഇവിടെ ഉണ്ട്, മമ്മി ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലടാ കുഞ്ഞൻ. മുത്തേ തത്തുമ്മോ ദേമ്മ പുതിയതപ്പേ കണ്ട കുഞ്ഞൻ. കുഞ്ഞൻ കണ്ട വന്ന സന്തോഷത്തിന് ഒരു ബിസ്ക്കറ്റ് തിന്നണേന്ന് വെച്ച്. വാ എത്തുമ്പോ ഇത് കണ്ടമ്മോ, ദേ പുതിയത് വന്നേക്കണ്. കൊച്ചാണ് ഇനോഗ്രേഷൻ, എന്നിട്ട് വേറെ ആള് ഇരിക്കുള്ളു. കൊച്ചു കണ്ടിട്ടില്ല. ഇല്ലില്ല, കൊച്ചു കണ്ടിട്ടില്ല. പൊന്നമ്മേ ഇതെന്താണ് ഇപ്പൊ ഇത് പുതിയത്? ഇനാഗ്രേഷൻ കഴിഞ്ഞേ. കുഞ്ഞൻ കയറി, അതിലും കുഞ്ഞനാണ് ആദ്യം കയറിയത്. എല്ലാത്തിലും കുഞ്ഞനാ കയറണത് അല്ലപ്പാ, അല്ലേ? മുത്താണ് ആദ്യം കയറിയത്. മുത്ത കയറിയാ
ഇവിടെ മോൻ കൊച്ചു കയറി ഈ സെറ്റിയൊക്കെ വന്ന സമയത്ത് റൂബിനെ കൂട്ടിലിട്ടേക്കണായിരുന്നേ. അപ്പോൾ അവൾ ഇതൊന്നും കണ്ടില്ല. ആളുകൾ വന്നതും പോയതും ഒക്കെ അവൾ അവിടെ കിടന്ന് അറിഞ്ഞെന്നല്ലാതെ കണ്ടില്ല. അപ്പോൾ അഴിച്ചിട്ട സമയത്ത് അവൾ ഓടി വന്നതാണ് കേട്ടോ. ആരാണ് വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ പാഞ്ഞു കിഞ്ഞ് വന്ന സീനാണ് കണ്ടത്. അപ്പോൾ നമ്മൾ അന്ന് ഞാൻ അവിടെ പോയെങ്കിലും നമുക്ക് അങ്ങനെ വേറെ പാറ്റേൺസ് എടുക്കാൻ തോന്നിയില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഈ തടിയുടെ സെറ്റുകളെന്ന് പറയുന്നത് നമുക്ക് എന്നും അത് കേടാകാതെ നിൽക്കും. പിന്നെ ഇതിൻ്റെ കുഷ്യൻ മാത്രമേ ഒന്ന് താഴ്ന്നു പോകുള്ളൂ. അപ്പം നമ്മളൊരു പുതിയ ഒരു കുഷ്യൻ സെറ്റാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുത്തനായിട്ടിരിക്കും. നമുക്ക് എപ്പോഴും വാർണിഷൊക്കെ അടിച്ച് അടിപൊളിയാക്കി വെക്കാം. മറ്റുള്ള ഈ സോഫ നല്ല ഒരുപാട് കുഷ്യനുകളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ, മിക്ക വീടുകളിൽ അങ്ങനത്തെ സോഫയാണ് നമ്മൾ കാണുന്നതെങ്കിലും നമുക്കത് മേടിക്കാൻ സത്യത്തിൽ തോന്നാറില്ല. അത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് താഴ്ന്നു പോയിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് താഴെ കുത്തിയിരിക്കണ പോലെയൊക്കെ മിക്ക വീടുകളിൽ. എന്നിട്ട് നമുക്ക് എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചിട്ട് എഴുന്നേക്കേണ്ട അവസ്ഥയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എടുക്കാൻ തോന്നാഞ്ഞിട്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സോഫയൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ റൂമിന് നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും. പക്ഷേ വീണ്ടും നമ്മളതിൽ ഒരുപാട് പണം മുടക്കേണ്ടി വരും. അത് മൊത്തത്തിൽ ചിലപ്പോൾ കളയേണ്ടി വരും. മിക്ക വീടിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. കുറച്ച് നാളത് ഒരു 2-3 വർഷം ചിലപ്പോൾ അതങ്ങനെ കിടക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അത് പോകും. പക്ഷേ ഇതുപോലെയുള്ള തടിയുടെ ഫർണിച്ചറുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. കാരണം നമ്മൾ വീണ്ടും പണം മുടക്കുക എന്ന് പറയുന്നത് മീതെ പണം മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരില്ല. അതാണ് ഒരു പ്രത്യേകത. ഇതിന് നല്ല വിലയുണ്ട്. ഇപ്പോൾ ഈ ഒരു സെറ്റിക്കാണെങ്കിലും 24,500 രൂപയാണ് വന്നേക്കണത്, ആ ഒരു 3 സീറ്ററിൻ്റെ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ആ ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് നിറയെ പൊടിയാണ്. പുറത്തുള്ള ചെടിയിലൊക്കെ നിറയെ പൊടിയാണ്. നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ പപ്പ ഹോസ് വെച്ചിട്ട് അടിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടി അങ്ങനെ പോകില്ല. അപ്പോൾ തുണി വെച്ചിട്ട് തുടച്ച് കളഞ്ഞതാണ് അതിലുള്ള പൊടി. കാരണം നമ്മൾ അകത്ത് വെക്കുമ്പോഴത്തേക്കും അല്ലെന്നുണ്ടെങ്കിൽ പൊടി നമുക്ക് ശ്വസിക്കുമ്പോഴൊക്കെ കയറൂലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞാണ്ട. പിന്നെ ഇതേൽ പൊടിയൊന്നുമില്ല എങ്കിലും ഏതായാലും തുടച്ച് വന്നതല്ലേന്ന് വിചാരിച്ച് സ്നേക്ക് പ്ലാന്റ് കൂടിയിട്ട് ഞാനൊന്ന് തുടച്ച് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പതിവ് പോലെ നമ്മുടെ റൂമൊന്ന് തുടച്ചിടണം. അപ്പോൾ രാവിലെ ഇത്തിരി ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തുടച്ചങ്ങോട്ട് മാറ്റായിട്ട് അങ്ങനെ 2 നേരം നമ്മൾ തുടക്കുമ്പോഴാണ് നമുക്ക് പൊടിയെല്ലാം പോയി കിട്ടണത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ സൺഡേത്തെ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്, സാവധാനം കാണിച്ചു തരാമെന്ന് പറയില്ല. അപ്പോൾ ഇത് സൺഡേ ആയിരുന്നു. സൺഡേ റിച്ചാർഡ് പോയിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. അന്ന് എന്നെ കൊണ്ട് പോയില്ല, അബ്ബ എന്ന് പറഞ്ഞിട്ട് കാളമുക്കിലെ കട, അവിടെ എന്നെ വിളിച്ച് ഞാൻ പോകാഞ്ഞിട്ടാണ്. എനിക്ക് ആ സ്റ്റെയർ കേസ് കയറുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, നീ പോയിക്കോ. ഒന്നാമത് സൺഡേ തിരക്കുള്ള ദിവസമാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും ബുദ്ധിമുട്ടാണ്, റോറോയിലൊക്കെ തിരക്കായിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനപ്പോൾ ബൈക്കിന് തന്നെ പോയി. ഞാനാണെങ്കിൽ അങ്ങനെ ബൈക്കിനും പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബൈക്കിലൊക്കെ പോയിട്ട് മേടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈക്കിളൊക്കെ അതിനകത്ത് വെക്കാൻ കൊണ്ടുവന്നതാണ്. ഇത് സൈക്കിളിനധികം വിലയില്ലെന്ന് തോന്നുന്നുണ്ട്, 600 രൂപയോ അങ്ങനെ എത്രയോ ഒക്കെയാണ് വില. അപ്പോൾ അതൊക്കെ എന്നെ കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബോക്സ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടൊക്കെ പണ്ട് സൈക്കിളിലൊരു ബോക്സ് ഉണ്ടാവില്ല അങ്ങനത്തത്. പിന്നെ നമ്മുടെ ഇത് ടയറിൽ കാറ്റടിക്കണ പമ്പില്ലേ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓടിക്കാം, ആ പെഡലൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൻ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നാണ് കേട്ടോ. പിന്നെ എന്താണ് വേറെ 3 കാറുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ ഇവിടെ 18 വലിയ കാറും പിന്നെ ഒരു 3-4 കുഞ്ഞു കാറും ഒക്കെ ആയിട്ടുണ്ട്. ഒരു ജീപ്പ്, 10-25 വണ്ടിയോളം ഇപ്പം അവൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പം ഇതവർ എനിക്ക് കൊടുത്തു വിട്ടാണ്. ഞാനെന്ന് അവരുടെ അബ്ബയിൽ പോയപ്പോഴത്തേക്ക് അവർക്ക് എന്നെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത് മമ്മി കൊണ്ടേ കൊടുത്തേക്കെന്നും പറഞ്ഞ് കൊടുത്തു വിടാം. കാരണം ഞാനന്ന് ഇവിടെ നിന്ന് കുഞ്ഞ് 2 വണ്ടിയല്ലേ എടുത്തത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ അവർ ഫ്രീ ആയിട്ട് കൊടുത്താൽ. പിന്നെ ഇതവൻ സോൾട്ടിൽ നിന്ന് സൺഡേ തന്നെ അവൻ സോൾട്ടിൽ പോയി 2 ജീൻസൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കുഞ്ഞ് കാറ് കണ്ടുകഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് എത്ര 75 രൂപയുള്ളൂ. ഇപ്പോൾ അവർ തന്ന മഞ്ഞ കാറ് 150 രൂപയാണ് കേട്ടോ. പിന്നെ ദേ ഈ ഒരു കാറ് ഭയങ്കര ഇത്തിരി വില കൂടിയ കാറാണെന്ന് എന്തോ പറയണ്ടായിരുന്നു. എത്രയോ 1400 രൂപ അങ്ങനെ എന്തോ വിലയുണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തോ വലിയ ബ്രാൻഡുകളുടെ കാറുകളുടെയൊക്കെ മിനിയേച്ചറൊക്കെയാണ്. അപ്പോൾ അതെന്തോ എനിക്കറിയില്ല പേരുകളൊന്നും. അപ്പോൾ ഇതിന് ഫുള്ള് ഗ്ലാസ്സാണ്, നമ്മൾക്ക് കൈ അകത്തേക്ക് ഇട്ടിട്ട് ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സക്കർ കൂടിയിട്ട് അവൻ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇതാണ് ആ സംഭവം, സക്കർ. അങ്ങനെ അതുമൊക്കെ എന്നെ കാണിച്ചു തന്നു. പിന്നെ എന്തെന്നാൽ അതിൻ്റെ അകത്ത് ആ ഒരു ഇതുണ്ടല്ലോ
എന്തെന്നാ സീറ്റൊക്കെ ഇല്ലേ, സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം മടക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കുഞ്ഞ് കാറിൻ്റെ അകത്ത് കൈയൊക്കെ അകത്തേക്ക് ഇട്ടിട്ട് അതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും അതൊക്കെ കാണുമ്പോൾ എന്തോ ഇതിനൊക്കെ വലിയ ഒരു സംഭവമാണ്. അവിടെ ഒരുപാട് ആളുകൾ ഇത്തവണ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഷിപ്പിൽ ജോലി ചെയ്യണ ഒരു എൻജിനീയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ച് അയാൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് കാറിൻ്റെ എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാറ് നല്ല അടിപൊളി സൂപ്പർ കാറിട്ട്, ഇത് വലുതാണ്. ഈ ഒരു സൈസ് അവൻ്റെ കളക്ഷനിൽ അവൻ വെക്കണില്ല. എങ്കിൽ തന്നെയും നമ്മളുടെ ഒരു കോർണർ ഷെഫിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. ഇതും നല്ല വിലയുണ്ട് കേട്ടോ. ഈ കാറിന് എനിക്ക് തോന്നുന്നു 1500 രൂപ എന്തോ വിലയുണ്ട്. അതും ഫുള്ളും ഗ്ലാസ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെയും അതിലും സക്കർ വെച്ചിട്ടേ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ബാഗൊക്കെ ഇതിനകത്ത് ഇട്ടേക്കണതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതേ ഈ ഒരു കാർ അവൻ കുറേ ദിവസം മുൻപ് ഇവിടെ മേടിച്ചതായിരുന്നു കേട്ടോ ഓൺലൈനിൽ. പിന്നെ ഇന്ന് ഈ ഒരു കാർ കൂടിയിട്ട് മേടിച്ചിട്ടുണ്ട്. ഈ കാറൊക്കെ എന്തോ വലിയ പ്രത്യേകതയുള്ള കാറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ. പക്ഷേ ഇത് മുഴുവൻ കേട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. എനിക്കിത് നോക്കി കണ്ട് ആസ്വദിച്ചൊക്കെ അവൻ്റെ കൂടെ ഇരിക്കുന്നതാണ് അവൻ്റെ സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവനും ഒരു സന്തോഷമാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുത്തിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ കത്തിച്ചും ഇതൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ കാറിൻ്റെ അകത്ത് നമ്മൾ സ്റ്റിയറിങ്ങിൽ സാധാരണ കാറ് ഇങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ അമർത്തുമ്പോൾ ഹോൺ അടിക്കൂല എന്ന് പറഞ്ഞ പോലെ ഹോണൊക്കെ അടിക്കും കേട്ടോ. ഈ കാറ് എന്തോ സ്പോർട്സ് കാർ അങ്ങനെ എന്തൊക്കെയോ കാറുകളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് സോൾട്ടിൽ നിന്ന് എടുത്തത് ആ ചെറിയ കാറിൻ്റെ ആ ഒരു ബോക്സ് എടുത്ത് കളഞ്ഞതവൻ. പിന്നെ എന്താണ് 2 ജീൻസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ടീഷർട്ടുകളൊക്കെ അവിടെ അവന് ഇഷ്ടപ്പെട്ടത് കണ്ടെങ്കിലും അവനത് കൈയെല്ലാം ടൈറ്റാണെന്ന് പറഞ്ഞിട്ട് എടുത്തില്ല. ഇത് 2 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് റാംഗ്ലറിൻ്റെ. അപ്പോൾ അവൻ സാധാരണ ഇടുന്നത് ലിവൈസിൻ്റെ ജീൻസാണ്. കാരണം അത് കംഫർട്ടബിളാണ്, സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. എങ്കിലും അത് ഭയങ്കര വിലയാണ്. 5000-6000 രൂപ ഒരു ജീൻസിന് കൊടുക്കണം. അപ്പോൾ അവൻ പറഞ്ഞ് ഇത്തവണ ഏതായാലും ഇങ്ങനെ കുറഞ്ഞത് ഇതിപ്പോൾ 1200 രൂപ തന്നെ ഉള്ളൂ റാംഗ്ലറിൻ്റെ. അപ്പോൾ ആ 2 ജീൻസ് എടുത്ത് നേരത്തെ ഒരു റാംഗ്ലറിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ പോകാം. പിന്നെ ഇപ്പോൾ ഭയങ്കര വെയിലാണ്, ചൂട് കൂടി കഴിയപ്പോഴേ. അപ്പോൾ അവൻ സാധാരണ ഒരു കുറഞ്ഞ ഒരു സൺഗ്ലാസ് മേടിച്ചതാണ് കേട്ടോ. ഇവിടെ കുറേ സൺഗ്ലാസ് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെയും കേട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രെയിമൊക്കെ ഇത്തിരി വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ ഒരെണ്ണം മേടിച്ചെന്ന് മാത്രം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കൈയെല്ലാം കറുത്താൾ വല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ലീവ്സും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ കാറുകളൊക്കെ വെച്ച് ഞാനൊന്ന് ആസ്വദിച്ചു. എനിക്ക് ഈ കുഞ്ഞി കാറുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ ഈ കുഞ്ഞിക്കാർ നോക്കി അങ്ങനെ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഇത്തിരി നേരമൊക്കെ ഇരുന്ന്. പിന്നെ നമ്മൾ ആ ഒരു വലിയ കാറും അതുപോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ കാറും ഒക്കെ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അത് എടുത്ത് രണ്ടാമത് അത് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെയൊക്കെ ചുറ്റും ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ വിരല് ഇങ്ങനെ നഖമുള്ളവർക്ക് തുറക്കാൻ പറ്റും കേട്ടോ. ഗ്ലാസിൻ്റെയും ഡോറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അമർത്തി ഇങ്ങനെ തുറക്കാൻ പറ്റും. എങ്കിൽ തന്നെയും ഇപ്പോൾ റിച്ചാൻ്റെ കയ്യിലൊന്നും നഖമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ നഖമൊക്കെ ഉള്ളവർക്ക് മാത്രം അതൊന്ന് പതിയൊന്ന് തുറക്കാനൊക്കെ പറ്റും. ഇപ്പോൾ സക്കറില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവന് ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ സക്കറില്ലാതെ പറ്റില്ല, കയ്യിൽ നഖമൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ തുറന്ന് അതിൻ്റെ ഹോണൊക്കെ അടിപ്പിച്ച് കാണിക്കണേണ് കേട്ടോ എന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റിയറിങ്ങിൽ അത് നേരത്തെയും നമുക്കതുപോലത്തെ സ്റ്റിയറിങ്ങിൽ ഹോൺ അടിക്കുന്ന വണ്ടി ഇവിടെ വേറെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം ഇവിടെ തന്നെ ഓരോന്ന് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും പ്രത്യേകതകളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നതനുസരിച്ചിട്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ അകത്ത് ഇതുപോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെയാണ്. ഇപ്പോൾ നമ്മളുടെ വലിയ കാറുകളിൽ സീറ്റ് അങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ചാരിക്കിടക്കുന്ന രീതിക്കൊക്കെ ആക്കാൻ പറ്റുമല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴേക്കും ഒരു മനസ്സിൽ ഒരു സന്തോഷം, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ വലിയ കാര്യത്തിൽ കാണിക്കുന്നത്. ഇതൊക്കെ റിച്ചാൻ്റെ ഒരു സ്വഭാവ രീതികളാണ് ഈ കാണുന്നത്. നിർബന്ധപൂർവ്വം പിടിച്ചിരുത്തി എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കാണണ്ട, എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര വിഷമമാണ്. അത് ഞാൻ മാത്രമല്ലേ ഉള്ളവൻ്റെ അടുത്ത് ഇപ്പോൾ ഇതൊക്കെ കാണുകയും കേൾക്കാനോ ഒക്കെ ആയിട്ട്. പിന്നെ അടുത്ത ഒരു വണ്ടി എടുത്ത് അതിൻ്റെ ഹോണൊക്കെ അടിപ്പിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കണ്ട. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, ഹോൺ അടിക്കുമ്പോഴുള്ള ശബ്ദമൊക്കെ. പിന്നെ വേറൊരു പ്രത്യേകത, ഈ വണ്ടിയുടെ റിയർ വ്യൂ മിററെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി പാർക്ക് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ റിയർ വ്യൂ മിറർ ഇങ്ങനെ അടച്ചു വെക്കൂലേ, അതുപോലെ ഇത് അടച്ചൊക്കെ വെക്കുക. അതിൽ
ചെറിയ മിററും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഫോയിൽ മിറർ ആയിരിക്കും എങ്കിൽ തന്നെയും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ റിയർ വ്യൂ മിററൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഗ്ലാസ് വെച്ചതും ഒക്കെ റിച്ചാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ബോണറ്റൊക്കെ തുറന്നും ഒക്കെ കാണിച്ചു തന്നെയാണ് കേട്ടോ എന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേട്ടാ. നമ്മുടെ ഈ റിച്ചാർഡ് ഒരു പ്രാവശ്യം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച് വെക്കാമെന്നുള്ള പ്ലാനാണ്. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അതൊക്കെ മേടിച്ചൊക്കെ ഇവിടെ വെക്കാം. ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ വ്യൂവേഴ്സിൽ പലരും റോജൻ്റെ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവന് പുതിയ ഫ്ലാറ്റ് കിട്ടിയെന്നൊക്കെ. അത് ഞാനും സത്യത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴത്തേക്കുമാണ് അത് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് ഫ്ലാറ്റിൽ നിന്ന് ഇപ്പോൾ ഉടനെ മാറണ്ടെന്നാണ് അവർ പറഞ്ഞേക്കണത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പുതിയ ഓഫീസ് പണിതുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയും നമുക്ക് വർക്ക് ഫ്രം ഹോം തന്നെയാണ് ഇപ്പോൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോജർ കഴിഞ്ഞ തവണ തിരക്കിട്ട് പോയതിന് 2 കാരണങ്ങൾ. ഒന്ന്, അവന് ഒരു ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് അവിടെ തന്നെ പോകണം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് മാറണമല്ലോ, അതിന് വേറെ പുതിയ ഫ്ലാറ്റ് തിരക്കണം. അപ്പോൾ അത് 2 കാര്യങ്ങളും ഏതായാലും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഈ ഓഫീസിൻ്റെ കാര്യം അതവർ 1 മന്ത് നോട്ടീസ് കൊടുക്കും, നമ്മൾക്ക് തരുമ്പോൾ അപ്പോൾ പോയാൽ മതി. ഇപ്പോൾ ഏതായാലും 1 മന്ത് നോട്ടീസ് കൊടുക്കാത്ത സ്ഥിതിക്ക് മാർച്ചിലും തുടങ്ങൂല, ഏപ്രിലും തുടങ്ങൂല എന്നാണ് തോന്നുന്നത്. അപ്പോൾ വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും തിരിച്ചു പോരാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് റോജർ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ റയൻ ഉള്ളത് ഇറ്റലിയിലാണ് കേട്ടോ. അവനും സുഖമായിട്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്